മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതിയെന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ. SFOയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് വൻ അഴിമതിയെന്ന കേന്ദ്രം. CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്നാണ് കണ്ടെത്തൽ ഉണ്ടാകുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രവും ആദായ നികുതി വകുപ്പും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? CMRL ഏത് രീതിയിലാണ് അഴിമതി നടത്തിയത്, എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്ന് വ്യക്തമാക്കുന്നതാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ആദായ നികുതി വകുപ്പും രേഖാമൂലം നൽകിയിട്ടുള്ള വാദങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത് SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ വാദം ഡിസംബർ മാസം അവസാനത്തോടുകൂടി പൂർത്തിയാക്കുകയും വിധി പറയാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പിന്റെയും വാദം രേഖാമൂലം എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ കോടതിയുടെ ആവശ്യപ്രകാരം നൽകിയിട്ടുള്ള വാദത്തിലാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട് ആരോപണ വിധേയായിട്ടുള്ള മാസപ്പടി കേസിൽ CMRL മാസപ്പടി കേസിൽ 185 കോടിയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ് SFIO അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആദായ നികുതി വകുപ്പിന് നിയമാനുസൃതമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനാകും. ഈ കേസിൽ CMRL കോടതിക്ക് മുൻപിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഈ കേസുമായി യാതൊരു തരത്തിലും പൊതു താല്പര്യമുള്ളതല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നൊരു വാദം CMRL ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള KSIDCയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പൊതു താല്പര്യമുണ്ടാകും. കൃത്യമായ നടപടികൾ നിയമമനുസരിച്ച് ആദായ നികുതി വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. CMRL എന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് എത്തരത്തിലാണ് ഒരു വലിയ അഴിമതി നടത്തിയത് എന്നുള്ളതാണ് എഴുതി നൽകിയിട്ടുള്ള വാദങ്ങളിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പല ചിലവുകളും പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് അഴിമതി പണം CMRL കണക്കിൽപ്പെടുത്തുകയാണ്. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി കോടികൾ ചിലവിട്ടെന്ന വ്യാജ ബില്ലുകൾ CMRL ഉണ്ടാക്കി. അതിനപ്പുറം ചിലവുകൾ പെരുപ്പിച്ചു കാണിക്കുകയും അതിലൂടെ അഴിമതി പണം നേരായ വഴിയിൽ അല്ലാതെ തന്നെ വ്യാജ ബില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ അഴിമതി പണം ചിലവുകളിൽ ഉൾപ്പെടുത്തി അത്തരത്തിൽ അഴിമതി പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ എന്നാൽ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അഴിമതി പണം കണക്കുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി CMRL നടത്തിയിട്ടുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേസിൽ ഡൽഹി ഹൈക്കോടതി ഈ മാസം വിധി പറയാൻ ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കേസിൽ ഏതു തരത്തിലുള്ള വിധി ഉണ്ടാകും എന്നുള്ളത് ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഭരണകക്ഷിയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഏറെ നിർണായകമായ കേസാണ്. ആ കേസിലാണ് CMRL മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് SFIO അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. ജിഷ്ണു, ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ഒരു കേസിൽ ഏറെ ഇനി നിർണായകമാകാൻ പോകുന്നത് ഈ അഴിമതി പണം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് തന്നെ ഒരു വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഈ അഴിമതി പണം കൊണ്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വഴിക്കാണ് ഈ അഴിമതി പണം ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുൻപ് നിരവധി ചർച്ചകൾ നടന്നതുപോലെ ഭീകരവാദ ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അതിലേക്ക് കൂടി ഇനി ശക്തമായൊരു അന്വേഷണത്തിലേക്കല്ലേ പോകുന്നത്? വിഷ്ണു, ഈ വിഷയത്തിൽ നിയമാനുസൃതമായ തുടർ നടപടികൾ സ്വീകരിക്കും, തുടർ അന്വേഷണം നടത്താനാകും എന്നുള്ളത് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് കോടതിയിൽ വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും ഈ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കും. ഒപ്പം ഈ പണം എവിടേക്കെല്ലാം പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ അനധികൃതമായി കണക്കിൽപ്പെടുത്തിയിട്ടുള്ള പണം വിനിയോഗിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയും പിണറായി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് ജിഷ്ണു, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേർന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഒരുപക്ഷെ വളരെയധികം വിവാദമായ ഒരു കേസാണ് മാസപ്പടി കേസ്. എന്നാൽ ഇപ്പോൾ അതിൽ എത്രത്തോളമാണ് ആ ഒരു അഴിമതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു
വ്യാപ്തി എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ SFIO സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 185 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ള കാര്യം. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഒരു വളരെ വലിയൊരു ഭീകരവാദ അല്ലെങ്കിൽ അത്തരത്തിന് സമാനമായ ഒരു പ്രവർത്തനം തന്നെയല്ലേ നടന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ സബ്മിഷനിൽ എനിക്ക് ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ വിഷയത്തില് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRൽ കൊടുത്ത കേസിൽ ഇതിന്റെ പൊതു താല്പര്യത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആ പൊതു താല്പര്യം എന്താണ് എന്ന് കൃത്യമായി ഇന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയവും അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് CMRൽ കമ്പനിയുടെ 13.4% ഹോൾഡ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്, KSIDC. സ്വാഭാവികമായും KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ള CMRൽ നടന്ന വിഷയത്തിൽ പൊതു താല്പര്യം പ്രസക്തമാണെന്നും അതിന് പൊതു താല്പര്യം ഉണ്ടെന്നും സർക്കാരിനെ നേരിട്ട് ബാധിച്ചിട്ടുള്ള നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഈ നടന്നിട്ടുള്ളതെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. 135 അല്ല, നമ്മൾ കരുതിയിരുന്നവരെ 135 അല്ല, അന്വേഷണത്തിൽ 185 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ ക്രമക്കേടിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം ഉടമയായിട്ടുള്ള എക്സാലോജി കമ്പനിയാണ് എന്നും ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. യെസ്, ശ്രീ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും നിരവധി അല്ലെങ്കിൽ അഴിമതിയുടെ ബാക്കി പത്രങ്ങൾ അവിടെയും ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനി, സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ പൈനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് കൊടുത്തതല്ല, ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പൊളിറ്റീഷ്യന് കൊടുത്തിട്ടുള്ള പൈസയാണെന്ന് വ്യക്തമാണ്. അത് അവർ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രൊമിനന്റ് പേഴ്സൺ എന്ന് പറയുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സണെ നമുക്കറിയാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിയായി വരുന്ന വ്യക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുള്ള കൊള്ളയാണ് ഈ നടന്നിട്ടുള്ളത്. കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ കൊള്ള ചെയ്യാൻ മുഖ്യമന്ത്രി നിന്ന് കൊടുത്തതിന്റെ പ്രതിഫലമാണ് എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുള്ളത്. യെസ്, വളരെയധികം നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ഗുരുതരമായൊരു കണ്ടെത്തൽ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇനിയുള്ള അന്വേഷണം ചെന്നെത്തുക എന്തു തന്നെയായാലും അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പല ന്യായീകരണങ്ങളും ഇതോടെ പൊളിഞ്ഞ് താഴെ വീഴുകയല്ലേ? വിഷ്ണു, തീർച്ചയായും വിഷയത്തിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കമ്പനിക്കാണ് CMRൽ പണം നൽകിയിട്ടുള്ളത്. മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാണ് പണം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണം എന്തിനാണ് ഈ കമ്പനിക്ക് നൽകിയത്, എക്സാലോജിക്കിന് നൽകിയത് എന്നുള്ളത് വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. അത് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് SFIO, ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം മറ്റൊരു കാര്യം വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിയിലേക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നതെല്ലാം പരിശോധിക്കുമ്പോൾ നേരിട്ട് അഴിമതി പണം വാങ്ങാതെ ഇത്തരത്തിൽ ഏജൻസികളെ നിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു കമ്പനികളെ നിയോഗിച്ചുകൊണ്ട് കമ്മീഷൻ തലത്തിൽ അഴിമതി നടത്തുന്നു എന്നുള്ളത് നിലവിൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ, അത് കൊറോണ സമയത്ത് മാസ്ക് വാങ്ങിയത് ഉൾപ്പെടെ തൊട്ട് വിവിധ ആരോപണങ്ങൾ ഇത്തരത്തിൽ നിലനിൽക്കുകയാണ്. മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയോ നേരിട്ട് കൈക്കൂലിപ്പണം വാങ്ങി എന്ന് കണ്ടെത്താനാകാത്ത തരത്തിൽ ഇത്തരത്തിൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് അഴിമതി പണം കണക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിനിയോഗിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ചുരുളഴിക്കുന്നതായിരിക്കും ഈ വിഷയത്തിൽ തുടരന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും CMRൽ മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് SFIO അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അഴിമതി പണം വ്യാജ ബില്ലുകളും കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച്, ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചും കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ജിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ രാജ്യത്ത് ഇത്തരമൊരു കേസ് വരുമ്പോൾ, പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്നാകെ അല്ലെങ്കിൽ ഒരു സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് ഒരു അഴിമതി കേസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഏറെ ഗുരുതരമായൊരു വിഷയമാണ്. ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇത്തരത്തിൽ ഭാരതത്തിലൊരു ഇത്രയും ഗുരുതരമായൊരു കേസ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ എടുത്തു പറയേണ്ടത്, ഇത്രത്തോളം ഒരു ഗുരുതരമായൊരു അഴിമതി അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമായിട്ട് വേണ്ടേ കാണാൻ?
വിഷ്ണു, തീർച്ചയായും അക്കാര്യം കേന്ദ്ര സർക്കാരും കോടതിയിൽ രേഖാമൂലം നൽകിയിട്ടുള്ള വാദത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ് എന്ന കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിയമവ്യവസ്ഥകൾക്ക് മുൻപിൽ നേരിട്ട് കൈക്കൂലിപ്പണം വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് കണ്ടെത്തുന്നതിനും അത് തടയുന്നതിനും സാധ്യമാകുമെങ്കിൽ ഇത്തരത്തിൽ കമ്പനികളെ നിയോഗിച്ചുകൊണ്ടും തേർഡ് പാർട്ടിയെ നിയോഗിച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക്, സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു ശക്തമായ തുടർ നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണത്തിന് യാതൊരു തരത്തിലും തടസ്സമില്ല എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലും തുടർ അന്വേഷണം നടത്താൻ സാധിക്കുമെന്നും നിയമാനുസൃതമായിട്ടുള്ള തുടർ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായൊരു കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SFOയുടെ അന്വേഷണത്തിലാണ് നിലവിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടന്നത് 185 കോടി രൂപയുടെ അഴിമതിയെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വളരെ ഗുരുതരമായൊരു കണ്ടെത്തൽ പുറത്തു വരികയാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ ശക്തമായൊരു അന്വേഷണമാണ് ഈ ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ BJP ഭൗതിക സെൽ TG മോഹൻദാസ് ചേരുന്നുണ്ട്. ശ്രീ TG മോഹൻദാസ്, ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ SFO നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അഴിമതി പണം നേരെ പോയിട്ടുണ്ടാവുക ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കില്ല ഈ ഒരു അഴിമതി പണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ആ ഒരു കണ്ടെത്തൽ കൂടിയല്ലേ ഇതോടെ തെളിവാകുന്നത്? അതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഞാൻ BJP ഭൗതിക സെല്ലൊന്നും അല്ല കേട്ടോ, ഇരിക്കട്ടെ. ഈ SFIO ഇങ്ങനെയൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതിന്റെ പേരിൽ ഒരു ആക്ഷനൊന്നും ഉണ്ടാവുന്നില്ല. വാസ്തവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് കഴിഞ്ഞ മാർച്ചിലോ മറ്റോ കൊടുത്തതാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് കൊടുത്തതാണ്. അതിൽ തന്നെ വീണ വിജയൻ വഞ്ചന കുറ്റം, പണാപഹരണം ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേരള പോലീസിന് അറിയിപ്പ് കൊടുത്തു. അവരിതൊരു ആക്ഷനൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും ആക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കുന്നതും ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. SFIO ഇതിങ്ങനെ അവരുടെ സത്യവാങ്മൂലമായിട്ട് ഫയൽ ചെയ്യും, അതവിടെ കിടക്കും. അതിപ്പോ ഡൽഹി ഹൈക്കോടതിയിലാണല്ലോ ആ കേസ് ഇരിക്കുന്നത്. ഇതിങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് പോകും എന്നുള്ളതല്ലാതെ ഇതിനൊരു തീർപ്പോ തീരുമാനമോ ഒരു ആക്ഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്നും ഇല്ല, SFI ഒന്നുമില്ല. അപ്പോ അത് ഇപ്പൊ ഒരു ഘട്ടം കൂടെ അതിന്റെ പിന്നിട്ടിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെയധികം നന്ദി TG മോഹൻദാസ് പ്രതികരിച്ചതിന്. SFO അന്വേഷണത്തിലാണ് 185 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന മാസപ്പടി കേസിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഗുരുതരമായൊരു കണ്ടെത്തൽ തന്നെയാണ് പുറത്തുവരുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.